ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ 3 ഫേസ് മീറ്റർ ബോക്സ് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാമെന്നും അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. 3 ഫേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ഫേസ് ആണ് വരുന്നത്, പിന്നെ ഒരു ന്യൂട്രലാണ് വരുന്നത്. ഇവിടെയാണ് നമ്മുടെ മെയിനായിട്ട് വരുന്ന 3 ഫേസ് മീറ്റർ വരുന്നത്. അപ്പോൾ മീറ്ററിലേക്ക് നമ്മൾ ഇടാനുള്ള പൈപ്പാണ് കാണിച്ചിരിക്കുന്നത്. അതിലൂടെ നമ്മളിപ്പോൾ ടെമ്പററി ആയിട്ട് കണക്ഷൻ കൊടുത്തിരിക്കുന്നതാണ്. ന്യൂട്രൽ ഫേസും ടെമ്പററി കണക്ഷൻ കൊടുത്തിരിക്കുന്നതാണ്. അതായത് സിംഗിൾ ഫേസ് തന്നെ നേരെ 3 ഫേസിലേക്ക് ഇപ്പോൾ കൊടുത്തേക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം. ഇവിടെയാണ് നമ്മൾ DBയിൽ നിന്ന് വരുന്ന 6ൻ്റെ വയറാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് റെഡ് ഫേസ്, യെല്ലോ ഫേസ്, ബ്ലൂ ഫേസ്, ഇങ്ങനെ 3 ഫേസ് ആണ് വരുന്നത്. അതിലൂടെ കണക്ട് ചെയ്തതിന് ശേഷം ഒരു ന്യൂട്രൽ വരുന്നുണ്ട്. അത് നേരെ എല്ലാം ലിങ്ക് ചെയ്തിട്ട് 3 ഫേസ് ലിങ്ക് ചെയ്തിട്ട് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ നമ്മൾ സിംഗിൾ കണക്ഷനായിട്ട് നമ്മളിപ്പോൾ ടെമ്പററി കണക്ട് ചെയ്തിട്ട്, ഇനി അതല്ല വരുന്നതെങ്കിൽ നമ്മുടെ മീറ്ററാണ് അവിടെ വരുന്ന സമയത്ത് ഈ പറയുന്ന 3 ഫേസും ആ ന്യൂട്രലും എടുത്ത് നേരെ നമ്മുടെ മീറ്റർ 3 ഫേസ് മീറ്ററിലേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ 63 ആംപിയറിൻ്റെ ന്യൂട്രൽ ലിങ്കാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യമേ തന്നെ ന്യൂട്രൽ ലിങ്ക് വഴി നേരെ ന്യൂട്രൽ ലിങ്ക് കണക്ട് ചെയ്തിട്ട് നേരെ DBയിലേക്ക് പോകുന്നു. പിന്നെ ഫസ്റ്റ് വരുന്നത് DBയിലേക്ക് പോകുന്ന ഈ വയറുകളെല്ലാം തന്നെ കണ്ട ഈ പൈപ്പിലൂടെയാണ് DBയിലേക്ക് പോകുന്നത്. DBയിലേക്ക് പോകുന്നത് 6ൻ്റെ വയറാണ്, 6 സ്ക്വയർ mm വയറാണ് നമ്മളെല്ലാം കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്യൂസ് യൂണിറ്റ് റെഡ് ഫ്യൂസ് യൂണിറ്റ്, രണ്ടാമത് യെല്ലോ ഫ്യൂസ് യൂണിറ്റ് ഫേസ് വരുന്നത്, മൂന്നാമത് ബ്ലൂ ഫേസ് വരുന്ന ഫ്യൂസ് യൂണിറ്റ്. അങ്ങനെ 3 ഫേസാണ് കൊടുത്തിരിക്കുന്നത്. 32 ആംസ് 415 വോൾട്ടിൻ്റെയാണ് നമ്മൾ ഫ്യൂസ് യൂണിറ്റ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് സിംഗിൾ ഫേസിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ 61 ആംപിയറിൻ്റെ ന്യൂട്രൽ ലിങ്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം വേറെ ഒന്നുമില്ല. ഇതിൻ്റെ നമ്മൾ കണക്ഷൻ കോഡുകളെല്ലാം നീറ്റായിട്ട് വേണം ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ എർത്തും കൂടി നമ്മൾ കൊണ്ടുകൊണ്ടിരുന്നത് കണ്ടോ, നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ DBയിൽ നിന്നും അതിൻ്റെ എർത്ത് റോഡ് എല്ലാ സർക്യൂട്ടുകളുടെയും സെൻറ്ററിൽ നിന്ന് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ സർക്യൂട്ടുകളുടെയും എർത്ത് കണക്ട് ചെയ്തിരിക്കുന്ന ബാറിൽ നിന്ന് നേരെ കൊണ്ടുവന്ന് നമ്മൾ മീറ്റർ ബോക്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ മീറ്റർ ബോക്സിൻ്റെ താഴെ 2 പൈപ്പ് ഉണ്ട്. ഇതിലൂടെയാണ് നമ്മൾ എർത്ത് താഴേക്ക് കൊണ്ടുപോയിട്ട് എർത്ത് റോഡ് മണ്ണിൽ കറക്റ്റ് ചെയ്ത് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എർത്ത് ഇവിടെ നമ്മൾ കൊണ്ടുവന്നത്. നമ്മൾ സിംഗിൾ ഫേസിനാണെങ്കിൽ ഒറ്റ എർത്താണ് കൊടുക്കുന്നത്, 3 ഫേസിനാണെങ്കിൽ 2 എർത്താണ് കൊടുക്കുന്നത്. അത് നമ്മൾ 10ൻ്റെ കൊടുക്കാറുണ്ട്, 12ൻ്റെ നമ്മൾ കോപ്പർ വയർ കൊടുക്കാറുണ്ട്. ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിച്ചിട്ട് എർത്ത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞ് നീറ്റായിട്ട് വേണം നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ 3 ഫേസിനും ഒരു ന്യൂട്രലും കൂടി കൊടുക്കാനായിട്ട്. അത് മാത്രമല്ല നമ്മൾ മീറ്റർ ബോക്സ് നമ്മൾ റീഡിംഗ് എടുക്കാൻ വരുന്ന വ്യക്തികൾക്ക് കറക്റ്റായിട്ട് കാണുന്ന രീതിയിലും കൂടിയിട്ടായിരിക്കണം നമ്മുടെ മീറ്റർ ബോക്സിൻ്റെ ഹൈറ്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ മീറ്റർ ബോക്സ് അടച്ചിട്ട് കഴിയുമ്പോൾ, ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം, അടച്ചിട്ട് കഴിയുന്ന സമയത്ത് ആ മീറ്ററിൻ്റെ റീഡിങ് കാണിക്കുന്ന ഏരിയയാണ് കാണുന്നത്, ഗ്ലാസ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് കറക്റ്റായിട്ട് വരുന്ന ആളുകൾക്ക് റീഡിംഗ് എടുക്കാൻ വരുന്ന വ്യക്തികൾക്ക് കറക്റ്റായിട്ട് കാണുന്ന ഹൈറ്റിലായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ഏറ്റവും കുറഞ്ഞത് 5 അടി ഹൈറ്റിൽ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ എല്ലാവർക്കും കറക്റ്റായിട്ട് കാണാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്, എന്നാലേ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time